ഹായ് ഹലോ എവരിവൺ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ മഹേന്ദ്ര B6 2026 മോഡലിലാണ്. അപ്പോൾ ഏറ്റവും പുതിയ മോഡൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇതിൽ എക്സ്റ്റീരിയറിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റങ്ങളെല്ലാം വന്നേക്കുന്നത് ഇൻറ്റീരിയറിലാണ്. പണ്ട് ഫസ്റ്റ് B6 ഉണ്ടായിരുന്ന ആ ഹാലോ കോക്ക്പിറ്റ് കൈൻഡ് ഓഫ് ഒരു സംഭവം എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു ട്രിപ്പിൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ B9 ഉള്ള പോലെ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ആക്കി. നമുക്ക് ആക്ച്വലി ആ ഹാലോ ടൈപ്പ് ഓഫ് കോക്ക്പിറ്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ മോഡലാണ് ആക്ച്വലി. അതൊരു പ്രത്യേക ഒരു റേസ് കൈൻഡ് ഓഫ് ഒരു പക്ക എൻതൂസിയാസ്റ്റ് കാർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഇൻറ്റീരിയർ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ. എനിക്ക് ഈ B6 ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതായിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ പോയി, ട്രിപ്പിൾ സ്ക്രീനായി. ഞാൻ ഈ ട്രിപ്പിൾ സ്ക്രീനും അത്രയും ഭയങ്കര ടെക് ലോഡറിൻ്റെ വലിയ ഫാനല്ല. പക്ഷേ ഇപ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സും അതിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി മേ ബി അതിനും ഫാൻസ് ഉണ്ട്, നല്ലതാണ് ആക്ച്വലി. ബട്ട് ഞാൻ അത്ര വലിയ ഫാനല്ല എന്ന് മാത്രം. നമുക്ക് ഇതിൽ ഓൾറെഡി ഈ ഫോർമുല എന്ന് പറഞ്ഞൊരു ടോപ്പ് വേരിയൻ്റ് വരുന്നുണ്ട്. അതിൽ ഈ പണ്ടത്തെ ഹാലോ ടൈപ്പ് ഓഫ് കോക്ക്പിറ്റ് ടൈപ്പ് വരുന്നുണ്ട്, ആ ഒരു ഡാഷ് വരുന്നുണ്ട്. അല്ലാതെ എല്ലാ മോഡൽസിലും ഈ ട്രിപ്പിൾ സ്ക്രീൻ മോഡലാണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ വേരിയൻറ്റും കൂടിയും ഇറക്കിയിട്ടുണ്ട്. മുമ്പ് ആദ്യം 59 kWh ബാറ്ററി ഉള്ളതും പിന്നെ അതുപോലെ ഒരു 79 kWh ബാറ്ററി ഉള്ളത്, രണ്ട് മോഡൽസാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മിഡ് വേരിയൻ്റ് ആയിട്ട് 70 kWh ബാറ്ററി ഉള്ള ഒരു മോഡലും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അതും നല്ലതാണ്. ഇപ്പോൾ അതുപോലെ മഹേന്ദ്ര ഏറ്റവും പുതിയ B6 ബാസ് ഇതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11 lakhs B6 ഇപ്പോൾ സ്വന്തമാക്കാമെന്നാണ് പറയുന്നത്. ആൻഡ് ബാസ് എത്ര നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ചയൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാം B6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിങ് കാർ തന്നെയാണ്. മഹേന്ദ്രയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിങ് കാർ എന്ന് മാത്രമല്ല, ഇത് ഇന്ത്യയിലുള്ള EVയിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റാണ്. ഡിസൈൻ വൈസ് ആയാലും ബാക്കി ടെക് വൈസ് ആയാലും ഈ വണ്ടി ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. ഇച്ചിരി അപ്പ് മാർക്കറ്റ് ഫീലാണ് നമുക്ക്, ഭയങ്കര പ്രീമിയം. കുറേ പേര് ഇതിനെ കളിയാക്കിയിട്ട് ദേശി ഉറൂസ് എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി ഒരു ദേശി ഉറൂസ് തന്നെയാണ്. ഒരു ഹെഡ് ടേണറാണ് ഈ വണ്ടി. എല്ലാവരും ഈ വണ്ടി അത്രയും ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും റോഡിൽ യാത്ര ചെയ്യുമ്പോൾ വൺസ് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ വണ്ടി എന്ന് ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അത്രയും ഒരു ഹെഡ് ടേണർ വണ്ടിയാണിത്. ഈവൻ ഇഫ് കുഞ്ഞു പിള്ളേർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഇവൻ ഈ ടാറ്റയ്ക്ക് വരെ ഇങ്ങനെ ഒരു ഡിസൈൻ മറവൽ അങ്ങനെ ഒരു വണ്ടി ഇറക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് വേറെ കാര്യം. ആക്ച്വലി മഹേന്ദ്ര ഇത് ബിൽഡ് ചെയ്തേക്കുന്ന പ്ലാറ്റ്ഫോം ഇതിന് വേണ്ടി ബോൺ ഇലക്ട്രിക് എന്ന് പറഞ്ഞാണ്. ഈ ബിയുടെ ഫുൾ ഫോം തന്നെ ബോൺ ഇലക്ട്രിക് എന്നാണ്. ഇതിന് വേണ്ടി ഒരുപാട് സ്റ്റഡി നടത്തി കഷ്ടപ്പെട്ട് ഇറക്കിയ വണ്ടിയാണ് ഈ B6ഉം B9 എല്ലാം. അതിനുള്ള സക്സസ് മഹേന്ദ്രയ്ക്ക് ലഭിക്കുകയും ചെയ്തു. വൺ ഓഫ് ദി ബെസ്റ്റാണ് ഇപ്പോൾ ഇന്ത്യൻ സെയിൽസിൽ. അത്രയധികം വണ്ടികളും വിറ്റിട്ടുണ്ട്, അത്രയധികം ഹാപ്പിയായ കസ്റ്റമേഴ്സും ഉണ്ട്. ഇതൊരു ഇംഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലോ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ എന്നാണെന്ന് പറയുക. ആൻഡ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റാണ്. ഹാൻഡ്ലിങ്ങിനും സൂപ്പറാണ്, യാത്രാസുഖം എല്ലാം ടോപ്പ് നോച്ചാണ്. എടുത്തു പറയേണ്ട മറ്റു കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ B6 മാത്രമല്ല മഹേന്ദ്രയുടെ എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ടെക് ലോഡാണ്, ഹെവിലി ലോഡാണ് ടെക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പാർക്കിംഗ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാഹനം തന്നെ പാർക്ക് ചെയ്യുന്ന ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അതല്ലാതെ ഇവൺ ഇഫ് നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഈ കീ ഫോബ് വഴിയും നമുക്ക് വണ്ടിയെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് സെറ്റപ്പിലൊക്കെ അങ്ങനെ ചെയ്യാനുള്ള ഒരുപാട് സെറ്റപ്പ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഹൈ എൻഡ് കാർസിൽ മാത്രം കണ്ടിരുന്ന ഫീച്ചേഴ്സാണ്. മഹേന്ദ്ര ഇത് ഫസ്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്തപ്പോൾ കാണിച്ചു തന്നെ. അന്നത് ഭയങ്കര വലിയ സംഭവമായിരുന്നു 3 years ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാണ്. പാക്ക് 4 എന്ന് പറഞ്ഞ മോഡലിലാണ്, വേരിയൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൺറൂഫ്, പാനോറാമിക് സൺറൂഫാണ് നമ്മുടെ ഈ B6 മഹേന്ദ്ര ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റാണ്. പിന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഹെഡ് റൂമിൻ്റെ ഇഷ്യൂ പറഞ്ഞിരുന്നു. പക്ഷേ ഹെഡ് റൂമിന് ആക്ച്വലി വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ.
കാരണം ഞാനൊരു 6 ഫൂട്ടറാണ്. 6 ഫൂട്ടിന് എബവ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലാതെ വലിയ പ്രശ്നമില്ല. പിന്നെ അതുപോലെ ഏറ്റവും പുതിയ B6 ജെമിനി, ഗൂഗിൾ ജെമിനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വോയിസ് കമാൻഡ് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് ഒരുപാട് വോയിസ് കമാൻഡ് നമ്മുടെ ഇതിൽ ഇവരുടെ മായ എന്ന് പറയുന്ന വോയിസ് കമാൻഡ് സിസ്റ്റം വളരെ എഫക്റ്റീവാണ്, വളരെ ഫ്രണ്ട്ലിയുമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇതിപ്പോൾ ഇതിൽ ആക്ടിവേറ്റ് അല്ല, ഇത് ഏറ്റവും പുതിയ വണ്ടിയാണ്. ഹേ മായ, വോയിസ് അസിസ്റ്റ് ഇതിൽ ആക്റ്റീവ് അല്ല. അതിൽ വോയിസ് അസിസ്റ്റ് ഉണ്ട്. വോയിസ് അസിസ്റ്റ് വഴി നിങ്ങൾക്ക് ഈ സൺറൂഫ് തുറക്കാനും അടയ്ക്കാനും അതുപോലെ ബാക്കി ഒരുപാട് ഫീച്ചേഴ്സും, പിന്നെ ഇഫ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അതെല്ലാം ഈ മായ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ AI ജെമിനി ഒരു AI സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന 3 സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ ഈ 3 സ്ക്രീൻസും വളരെ ടച്ച് റെസ്പോൺസീവാണ്, വളരെ ടെക് ഫീൽഡും ആണ് കേട്ടോ. നമുക്കൊരു ലാഗോ ഗ്ലിച്ചോ ഒന്നുമില്ല. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പോലെ മഹീന്ദ്രയ്ക്ക് സ്നാപ്ഡ്രാഗനും അങ്ങനെ പല ടെക് ഇവരായിട്ടും നല്ല കൊളാബറേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ B6 ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഒരു കൊളാബറേഷൻസൊക്കെ അതിൽ അന്ന് കാണിച്ചിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ഒരു അപ്പ് മാർക്കറ്റ് സെഗ്മെൻറ്റ് എടുത്താൽ പോലും ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള വേറെ കാറ് ഞാനിപ്പോൾ അടുത്തൊന്നും കയറിയിട്ടില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം ഉള്ള കാറാണ് കേട്ടോ. ഈ സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ സ്റ്റേഡിയം കൈൻഡ് ഓഫ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്കോ അങ്ങനത്തെ കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെ സംസാരിക്കും അങ്ങനത്തെ ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സൂപ്പറാണ്. സ്റ്റിയറിംഗ് വീലിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ B6. മറ്റേത് ഒരു ടച്ച് അഡാപ്റ്റീവ് സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ അത് ഫിസിക്കൽ സ്വിച്ചായി മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഫിസിക്കൽ സ്വിച്ചസ് ആണ് നല്ലത്. ഈ ടച്ച് അഡാപ്റ്റീവ് എപ്പോഴും പക്കായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇത് ഒന്നുകൂടി കൊള്ളാം. പിന്നെ ആസ് യൂഷ്വൽ ബൂസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ എല്ലാ സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഹീന്ദ്ര B6 വൺ ഓഫ് ദി സംഭവം ഉണ്ടോ ഇവരുടെ ഈ ഗിയർ സെലക്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഭയങ്കര സ്പോർട്ടിയറുമാണ്, കാണാനും ഭയങ്കര രസമാണ്, യൂസ് ചെയ്യാനും നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയർ സെലക്ടർ വൺ ഓഫ് ദി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഹീന്ദ്ര B6. എനിക്ക് പേഴ്സണലി ആക്ച്വലി മഹീന്ദ്ര B6 ക്യാബിൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടോ. അത്യാവശ്യം ഭയങ്കര ഡ്രൈവർ സെൻട്രിക്കാണ്, ഭയങ്കര നല്ലതാണ് ആക്ച്വലി. പിന്നെ എടുത്തു പറയുന്നത് ഏറ്റവും പുതിയ B6 അവരൊരു സ്പോർട്ടിയർ ടാൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പ് അതൊരു കൈൻഡ് ഓഫ് ആൽക്കൻഡേറ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. ആൽക്കൻഡേറയല്ല, ഒരു ഗ്രേ കൈൻഡ് ഓഫ് ആയിരുന്നു പണ്ടത്തെ വേർഷനിൽ. ഏറ്റവും പുതിയതിൽ ഒരു സ്പോർട്ടി ടാൻ എന്നാണ് അവർ വിളിക്കുന്നത്. ഒരു വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്, ഗുഡ് ലുക്കിങ്ങും ആണ്. പിന്നെ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാറാണ്. വേറെ ടെക് വൈസ്, അതായത് വേറെ സ്പെസിഫിക്കേഷൻ വൈസ് വേറെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പുതിയ നമ്മുടെ B6 വരുന്ന മാറ്റങ്ങൾ. നിങ്ങൾക്ക് ഈ പുതിയ മാറ്റങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് കമൻസിൽ അറിയിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye.